മുപ്പുളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളഗപ്പ നഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പുളിവണ്ടിന്റെ ശല്യമുണ്ടാകുന്നത്. 2 വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. നവംബർ മെയ് മാസങ്ങളിലാണ് മുപ്പുളിവണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് 10 തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരാനെല്ലൂക്കാരൻ റോസിലി പറയുന്നു. ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് 2 കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി വീട്ടില് സ്റ്റോക്കാണ്. അത് മാസത്തില് 10 ദിവസം വെച്ച് വീട് മാറിപ്പോവും. മഴ പെയ്ത് പിന്നീട് വെയിലുദിക്കുമ്പോ കണ്ടമാനം ഇളകും. വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളേക്കാൾ റോസലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ്. തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് 3-4 ദിവസത്തേക്ക് മൂട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസമുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ റോസ്ലിയും സഹോദരനും അയൽപ്പക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത്. മരുന്ന് അടിച്ച് എല്ലാം നമ്മള് ക്ലീൻ ചെയ്ത് സർവ്വതും വെടുപ്പാക്കി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ മരുന്നിന്റെ മണം പോയി കഴിഞ്ഞാല് വീണ്ടും മഴയും വെയിലും വരുമ്പോ വീണ്ടും വരും. ഭക്ഷണം പാകം ചെയ്യാനും വെക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ചെവിട്ടിൽ പോയിട്ട് കിടക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മുപ്പുളിവണ്ട ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്.